ഹലോ മക്കൾ, സോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കെമിസ്ട്രീന്റെ എഴുതി വന്നിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ഓടിപ്പോയി കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേ. അപ്പോൾ എക്സാം കമ്പാരിറ്റീവ്ലി കുറച്ച് ഈസി ഒക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേ കോൺഫിഡൻസിൽ ഫൈനൽ എക്സാമിലേക്കും പോകണം. നമ്മളിവിടെ ആൻസർ കീ ആയിരിക്കും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ആൻസർ കീ ഡിസ്കസ് ചെയ്തതിന് മുന്നേ ആയിട്ട് നമ്മുടെ എക്സാം ഇന്നത്തെ കൂടെ ഇന്നലെ 12 മണിയോളം നമുക്ക് എന്തുണ്ടായിരുന്നു, കെമിസ്ട്രീന്റെ മാരത്തോൺ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്ന് മോർണിംഗ് ബൂസ്റ്റർ ബാച്ച് ഉണ്ടായിരുന്നു. ആൻഡ് അത് ഇരുന്ന കുട്ടികൾക്ക് അറിയാം എത്രത്തോളം അത് എന്തായിരുന്നു യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ ദേ നമ്മുടെ എയിം എന്നുള്ളത് മോഡൽ എക്സാമിന് ഭയങ്കര മാർക്ക് മേടിക്കുക എന്നുള്ളതിലും ഉപരി എന്ത് വരുന്നുണ്ട്, നമുക്ക് ഫൈനൽ എക്സാം വരുന്നുണ്ട്. അപ്പൊ ഫൈനൽ എക്സാമിന് നല്ല മാർക്ക് മേടിക്കാനായിട്ട് ഓടി വേഗം പോയി നമ്മുടെ ക്രാഷ് കോഴ്സിന് അഡ്മിഷൻ എടുക്കുക. SLC ക്രാഷ് കോഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ റെക്കോർഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, നോട്ട്സ് എല്ലാ കംപ്ലീറ്റ് കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് 999 നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് കിട്ടാൻ പോകുന്നത്. അതല്ല, നമ്മുടെ 11th അഗ്നി ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങളുടെ ഇപ്പൊ കൺഫേം ചെയ്യുകയാണെങ്കിൽ, ഈ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്യുകയാണെങ്കിൽ ഈ ക്രാഷ് കോഴ്സ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. അത് മാത്രമല്ല 11th നല്ല അടിപൊളി മാർക്ക് മേടിക്കാനുള്ള ഫുൾ ബുക്ക് സെറ്റും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടായിരിക്കും തരാൻ പോകുന്നത്. 1520 വർത്ത് ഉള്ള ആ ബുക്ക് സെറ്റ് ഫുൾ നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. പ്ലസ് ഈ ക്രാഷ് കോഴ്സും ഫ്രീ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ 11th അഡ്മിഷൻ കൺഫേം ആക്കുക. അപ്പൊ പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാം വിന്നർ ഫാമിലിയിൽ നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ഇയറിലെ 20 സ്റ്റുഡൻസിനാണ് ഔട്ട് ഓഫ് 520 മാർക്സ് കിട്ടിയത്. അത് ചില്ലറ കാര്യമല്ല അല്ലേ? അപ്പൊ ഇത്രയും പ്രൗഡ്ഫുൾ ആയിട്ടുള്ള മക്കളുമാരത് 12th ഉണ്ട്. 12th 1200 മേടിച്ച മക്കളുമാരുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളുടെ ഫോട്ടോയും എനിക്ക് ഇവിടെ കാണിക്കണം. അതിന് വേഗം പോയി നമ്മുടെ ആക്റ്റീവ് ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എക്സാമിലേക്ക് വരാം. എക്സാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് മക്കളെ അത്യാവശ്യം ഈസി ആയിട്ടുള്ള എക്സാം ഒക്കെ ആയിരുന്നു. എല്ലാ ഏരിയയും നന്നായിട്ട് വൃത്തിക്ക് പഠിച്ച കുട്ടികൾക്ക് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മുടെ സോൾട്ട് അനാലിസിസ് ഒക്കെ വരുന്ന ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് സോൾട്ടിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഇതിലേതാണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ മക്കളെ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ JS സാറ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്ട്രോങ് ആസിഡ്സ് ഏതൊക്കെയാണ്, സ്ട്രോങ് ബേസസ് ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടില്ലേ? അപ്പൊ ഒന്ന് പറഞ്ഞ മക്കളെ, സ്ട്രോങ് ബേസസും സ്ട്രോങ് ആസിഡ്സും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിംഗിൾ കോൺസെപ്റ്റ് മതി നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്താൽ. സ്ട്രോങ് ബേസസ് എന്ന് പറയുന്നത് NaOH, KOH ഇവരൊക്കെയാണ് സ്ട്രോങ് ബേസസ്. ഏതൊക്കെയാണ്? NaOH, KOH. ആൻഡ് സ്ട്രോങ് ആസിഡ്സ് എന്ന് പറയുന്നത് HCl, HNO3, H2SO4, സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ എന്താ സ്ട്രോങ് ആസിഡ്സ് ആണ്. ഈ കോൺസെപ്റ്റ് ഫസ്റ്റ് കയ്യിൽ വേണം. ഓക്കെ, സ്ട്രോങ് ആസിഡ്സ് ആരൊക്കെയാ, സ്ട്രോങ് ബേസസ് ആരൊക്കെയാ. സെക്കൻഡ് വേണ്ടുന്ന കോൺസെപ്റ്റ് എന്താണോ മക്കളെ, ആസിഡും ബേസും ചേർന്നാലാണ് സോൾട്ട് ഉണ്ടാവുക. അതറിയാം. ഇനി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ഒരു സ്ട്രോങ് ബേസും ചേർന്നാൽ കിട്ടുന്ന സോൾട്ട് വീക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ ന്യൂട്രൽ ആയിരിക്കും. എന്തായിരിക്കും? നിർവീര്യമായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അതല്ല, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡും ഒരു വീക്ക് ബേസും ചേർന്നാൽ ആരാണോ സ്ട്രോങ് അയാളുടെ നേച്ചർ കിട്ടും. അപ്പൊ ആൾ അസിഡിക് ആയിരിക്കും. തിരിച്ചു പറ, ഒരു വീക്ക് ആസിഡും സ്ട്രോങ് ബേസും ചേർന്നാൽ ആരാ സ്ട്രോങ്? ബേസ് സ്ട്രോങ്, കിട്ടുന്ന ആള് ബേസിക് ആയിരിക്കും. ക്ലിയർ മക്കളെ? ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അതൊന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. നോക്കുന്ന സമയത്ത് ഫസ്റ്റ് 1 by 1 ഓപ്ഷൻ നോക്കാം. Na2CO3 ആണ് ഫസ്റ്റ് സോൾട്ട് എന്ന് പറയുന്നത്. അത് ബേസിക് സോൾട്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇതിലെ ആസിഡ് ഏതാ, ബേസ് ഏതാ. Na2CO3 ആസിഡ് എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാമത് കിടക്കുന്ന ആളുടെ കൂടെ H ചേർത്ത് പറ, H2CO3, കാർബോണിക് ആസിഡ്. ഞാൻ നിങ്ങൾക്ക് ആസിഡിൽ അത് തന്നിട്ടുണ്ടോ മക്കളെ? ആസിഡിൽ നിങ്ങൾക്ക് കാർബോണിക് ആസിഡ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആളെന്താ? വീക്ക് ആസിഡ് ആണ്. ഓക്കെ, വീക്ക് ആസിഡ്. ഇനി ബേസിലേക്ക് വരാം. Na2, അതിന് കൂടെ OH ചേർത്ത് പറ, NaOH അല്ലെ? അപ്പം NaOH ഒരു സ്ട്രോങ് ബേസ് ആണ്. സോ ഇത് തമ്മിൽ ചേരുമ്പോ ഒരു സ്ട്രോങ് ബേസും വീക്ക് ആസിഡും ചേർന്നാൽ കിട്ടുന്നത് എന്തായാലും ബേസിക് ആയിരിക്കും. ക്ലിയർ? അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇൻകറക്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. NH4Cl ഈസ് ആൻ അസിഡിക് സോൾട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, NH4Cl എന്ന് പറയുമ്പോൾ ആദ്യം കിടക്കുന്ന ആളുടെ കൂടെ OH ചേർത്താൽ ബേസ് കിട്ടും.
NH4OH. That's a weak ആയിട്ടുള്ള ബേസ് ആണ്. Then Cl ന്റെ കൂടെ H ചേർത്താൽ ആസിഡ് കിട്ടും, HCl. അത് സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ മക്കളെ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ചേർന്നാൽ കിട്ടുന്ന ആള് അസിഡിക് സോൾട്ട് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. NaCl undergoes salt hydrolysis. സോൾട്ട് ഹൈഡ്രോളിസിസ് വാട്ടറിൽ ഇടുമ്പോൾ അവർ എന്ത് ചെയ്യും? അസിഡിക് ആയിട്ടോ ബേസിക് ആയിട്ടോ ഉള്ള ആൾക്കാരെ തരും എന്നുണ്ടെങ്കിലാണ് നമ്മൾ സോൾട്ട് ഹൈഡ്രോളിസിസ് എന്നൊക്കെ പറഞ്ഞത് അല്ലെ. അപ്പൊ നോക്കുകയാണെങ്കിൽ NaCl എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ്. എങ്ങനെ? NaOH സ്ട്രോങ് ബേസാ. HCl ആസിഡ് ഏതാ? HCl സ്ട്രോങ് ആസിഡാ. ഇവർ ചേർന്നുണ്ടായ ഒരു ന്യൂട്രൽ സോൾട്ട് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ മക്കളെ? ഇൻകറക്റ്റ് ആണ്. NaCl undergoes salt hydrolysis എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റും കൂടെ നമുക്ക് നോക്കാം. KCl is a neutral salt. KCl എന്ന് പറയുമ്പോൾ ആസിഡ് പറ, ആസിഡ് HCl സ്ട്രോങ് ആസിഡ് ആണ്. ബേസ് പറ KOH, അത് സ്ട്രോങ് ബേസ് ആണ്. രണ്ടും കൂടെ ചേർന്നാ കിട്ടുന്നത് ന്യൂട്രൽ. അപ്പൊ അത് കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സോ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരുന്നു. കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് മക്കളെ. രാവിലെ സർ ഇരുന്ന് എല്ലാ ലിക്വേഷൻ, ഡെസ്റ്റിലേഷൻ എല്ലാ മെത്തേഡും നല്ല അടിപൊളിയായിട്ട് മോർണിംഗ് ബൂസ്റ്ററിൽ ഇത് മാരത്തോണിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്ത മക്കളുമാരുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. സാർ പറഞ്ഞ ആ കോൺസെപ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാമായിരുന്നു. നോക്കിക്കോ, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു, മെറ്റൽസ് ലൈക്ക് ടിൻ, ലെഡ് ആർ പ്യൂരിഫൈഡ് ബൈ ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് എടുത്തു പറയുന്നുണ്ടായിരുന്നു ബോയിലിംഗ് പോയിന്റ് ലോ ആയിട്ടുള്ള സിങ്ക് പോലെയുള്ള മെർക്കുറി പോലെയുള്ള ആൾക്കാർക്ക് മാത്രം നിങ്ങൾ ഡിസ്റ്റിലേഷൻ കൊടുക്കാന്ന് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് ടിന്നിനും ലെഡിനും പറ്റുമോ? ഇല്ല. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വരാം. In electrolytic refining, impure metal is used as cathode. മക്കളെ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്ങില് ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഇതിൽ പ്യുവർ ഏതാ ഇംപ്യുവർ ഏതാന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് ഒരു കാര്യം തന്നിട്ടുണ്ടായിരുന്നു. ആനോഡ് എന്ന് പറയുമ്പോൾ കാട്ടിലൊക്കെ നടന്ന് ചെളിയായിട്ടുള്ള ഒരു ആനേനെ മനസ്സിൽ വിചാരിക്കണം. കാഥോഡ് എന്ന് പറയുമ്പോൾ നല്ല വൃത്തിയായിട്ട് കുളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു പേർഷ്യൻ കാറ്റിനെ മൈൻഡിൽ വിചാരിക്കണം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെയാണെങ്കിൽ ഇംപ്യുവർ, ചെളിയൊക്കെ പറ്റിയ ആന അല്ലെ, ഇംപ്യുവർ ആയിരിക്കും ആനോഡില്. സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നേ. In electrolytic refining, impure metal is cathode. തെറ്റി. Statement 2 incorrect. Okay, statement 3ലേക്ക് വരാം. When metals with low melting point contain impurities with high melting point, the method is liquation. എന്താ ലിക്വേഷൻ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റലും ആൻഡ് ഇംപ്യൂരിറ്റി ഹൈയും ആണെങ്കിൽ ഉരുക്കുന്ന സമയത്ത് ഫസ്റ്റ് മെറ്റലിനെ ഇങ്ങ് കിട്ടും. മക്കളെ വായിച്ചു നോക്ക്. വെൻ മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്, ഇംപ്യൂരിറ്റീസ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ആ മെത്തേഡ് ഏതായിരിക്കും? ലിക്വേഷൻ. 3 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഇന്ന് ചൂസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1, 2, 3 ആർ കറക്റ്റ്. തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഇൻകറക്റ്റ് അല്ല, 2 ഇൻകറക്റ്റ് ആണ്. Statement 1 and 2 are incorrect but 3 is correct. കിട്ടി മക്കളെ. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി. സെറ്റ്. എഴുതാൻ പറ്റിയില്ലേ? വെരി ഗുഡ് മക്കളെ. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇത് മിസ് ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് മോർണിംഗ് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ 3 ലോയും നമ്മൾ ഒന്നും കൂടി റീകളക്ട് ചെയ്തിട്ടാണ് പോയത്. അതിൽ നിന്നൊരു ലോ അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം നമുക്ക്. അപ്പൊ നോക്കിക്കോ, ക്വസ്റ്റ്യൻ ഇതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് മക്കളെ പ്രഷറും വോളിയവുമാണ്. അപ്പൊ ഈ പ്രഷറും വോളിയവും വെച്ചിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് പ്രഷർ ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്. എല്ലാം ഒരേ കണ്ടീഷൻ ആണ്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഉള്ളതാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ടേബിൾ ഒന്ന് മാച്ച് ചെയ്യും. നിങ്ങൾ കഷ്ടപ്പെട്ട് ഇതിനകത്തിട്ട് ബുദ്ധിമുട്ടണ്ട. ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. XYZ. ഓപ്ഷൻ തന്നിട്ടുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാണ്. PQR. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെയാണ് മക്കളെ, PQR. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ ഒന്ന് കയ്യിൽ വെച്ചേക്കാം. നിങ്ങൾക്ക് പിയും വിയും തമ്മിലുള്ള റിലേഷൻ ഏത് ലോയാ തരുന്നത്? നമ്മുടെ ബോയിൽസ് ലോ അല്ലെ. ബോയിൽസ് ലോന്റെ ഇക്വേഷൻ എന്താ മക്കളെ? P1 V1 അല്ലെ, PV ഈക്വൽ എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ P1 V1 ഈക്വൽ P2 V2 ആണല്ലോ. P1 V1 ഈക്വൽ P2 V2. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടണം? ഇതിലേത് മാച്ച് ചെയ്താലും അതേ ഇൻറ്റു അതും, ആ പ്രഷർ ഇൻറ്റു ആ വോളിയവും
അടുത്ത പ്രഷർ ഇൻറ്റു അടുത്ത വോളിയം ഇതെല്ലാം ഒരു ഈക്വൽ നമ്പർ ആയിരിക്കണം, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. പി വി ഈക്വൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അത് മാച്ച് ആവുന്ന ഏതാണെന്ന് നോക്കാം. എക്സ് ഇൻറ്റു പി ചെയ്ത് നോക്കാം. എക്സ് ഇൻറ്റു പി 2 × 8 എത്ര കിട്ടും മക്കളെ? 16 കിട്ടും. നെക്സ്റ്റ് y ഇൻറ്റു ക്യൂ ചെയ്ത് നോക്കാം. y ഇൻറ്റു ക്യൂ എന്ന് പറയുമ്പോൾ 2 × 6 12 കിട്ടും. അവിടുന്ന് നിർത്തിക്കോ, ബിക്കോസ് ഇതും മൾട്ടിപ്ലൈ ചെയ്തപ്പോ P1 V1 ഉം P2 V2 ഉം ഈക്വൽ ആയില്ല. അപ്പൊ ആ ഓപ്ഷൻ നമുക്ക് കളയാം. നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. എക്സ് വൈ ഇസഡ്. നെക്സ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് PRQ ആണ്. PRQ. x ഇൻറ്റു പി പറഞ്ഞ മക്കളെ, x ഇൻറ്റു പി മീൻസ് 2 × 8 16. y ഇൻറ്റു ആർ മീൻസ് 2 × 3 6. അവിടെയും നമുക്ക് കളയാം. എന്താ? ഈക്വൽ ആയില്ല. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, വെറുതെ ഇതിലിട്ട് മെനക്കെടണമെന്നില്ല. ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ വെച്ച് കണ്ടുപിടിച്ചോ. ഇനി നെക്സ്റ്റ് SPR. ഇതാണ് ഓപ്ഷൻ SPR. നോക്കാം. എസ് ഓക്കെ, എസ് ഇൻറ്റു എക്സ് പറഞ്ഞ മക്കളെ, എസ് ഇതാണ്ടേ 12 × 8 12 × 8 പറഞ്ഞേ 6 1 then 1 × 8 8 + 1 എത്ര കിട്ടും? 9 കിട്ടും അല്ലെ? 96 കിട്ടും. y ഇൻറ്റു പി 2 × 2 4. നോക്കണ്ട, കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം? കളയാം. അതല്ല മക്കളെ, ലാസ്റ്റ് ഓപ്ഷനിലേക്ക് വന്നേ. RSQ നോക്കാം. x ഇൻറ്റു ആർ മീൻസ് 8 × 3 ഓക്കെ 24. y ഇൻറ്റു എസ് മീൻസ് 2 × 12 24. മക്കളെ നോക്കിക്കോ. z ഇൻറ്റു ക്യൂ ദാറ്റ് മീൻസ് 6 × 4 again 24. P1 V1 ഈക്വൽ P2 V2 ഈക്വൽ P3 V3 ഈക്വൽ. കിട്ടിയത് ഒരേ ഒരു ഓപ്ഷൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി കിട്ടുന്നോ മക്കളെ? ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മിസ് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് സർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്. നമ്മുടെ മോർണിംഗ് ബാച്ചിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മക്കളെ നോക്കിക്കോ, അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? അസേർഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോക്കാം. The 3s subshell has higher energy than 2p. 3sന് 2pയേക്കാൾ എനർജി കൂടുതലാണ്. നെക്സ്റ്റ്, the n+l value of 3s is greater than 2p subshell. അതാണ് റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടുപേരെ മിസ് ഒന്ന് എടുത്ത് എഴുതാണ്. ആരൊക്കെയാണ് തന്നിട്ടുള്ളത്? ഓക്കെ, 3s ഉം തന്നിട്ടുണ്ട്, 2p യും തന്നിട്ടുണ്ട്. 3s and 2p. 3s ഉം 2p നോക്കുമ്പോൾ ആർക്കാ എനർജി കൂടുതൽ? വെറുതെ ഓഫ് ബാർ പ്രിൻസിപ്പിൾ എഴുതിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ n+l റൂൾ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് n+l റൂൾ നോക്കാം. ഓക്കെ, n+l റൂൾ നോക്കാം. ഇതിലെ n വാല്യൂ എത്രയാ മക്കളെ? 3sലെ n വാല്യൂ അറിയാൻ ഫസ്റ്റ് കിടക്കുന്ന ആളെ വെറുതെ എഴുതി വെച്ചാൽ മതി 3. ഇനി l വാല്യൂ കാണാൻ മിസ് ഇവിടെ ഇതാണ് l വാല്യൂ എന്ന് പറയുന്നത്. s സബ്ഷെല്ലിന് 0 ആയിരിക്കും, p സബ്ഷെല്ലിന് 1 ആയിരിക്കും, d സബ്ഷെല്ലിന് 2 ആയിരിക്കും ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പൊ പറഞ്ഞേ 3s എന്ന് പറയുമ്പോൾ l വാല്യൂ എത്രയാ? 0. അപ്പൊ n+l എന്ന് പറയുമ്പോൾ 3 + 0 which is equal 3. n+l വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് 2p യിലേക്ക് വരാം. 2p എന്ന് പറയുമ്പോൾ n വാല്യൂ 2 where the l value will be p ആണെങ്കിൽ l വാല്യൂ 1 അല്ലേ? അപ്പൊ നമുക്ക് n+l equal 2 + 1 which is equal 3 എന്ന് കിട്ടും. മക്കളെ, n+l വാല്യൂ രണ്ടിനും ഈക്വൽ ആണെങ്കിൽ you have to consider the n value. ആർക്കാണോ n വാല്യൂ ഹയർ അയാൾക്കായിരിക്കും എനർജി കൂടുതൽ. അപ്പൊ ആർക്കാ എനർജി കൂടുതൽ? 3sനാണ് എനർജി കൂടുതൽ. സോ അസേർഷൻ പറയുന്നത് കറക്റ്റ് ആണ്. 3s subshell has higher energy than 2p subshell. പക്ഷെ റീസൺ അവര് പറയുന്നത് n+ വാല്യൂ ഹയർ ആയതുകൊണ്ട് അല്ല. n+ വാല്യൂ എന്താ? ഈക്വലാ. n വാല്യൂ നോക്കുമ്പോൾ അത് 3pക്ക് 3sന് കൂടുതൽ. ഓക്കെ, അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ എന്താണ് മക്കളെ? ഫോൾസ് ആണല്ലേ? അപ്പൊ അസേർഷൻ ഇസ് ട്രൂ ബട്ട് റീസൺ ഇസ് false. ഓക്കെ, ക്ലിയർ അല്ലേ? നല്ല അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സർ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പൊസിഷൻ ഒക്കെ പറഞ്ഞു തന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് IUPAC നെയിം ഒക്കെ പറഞ്ഞു തന്ന ഒരു ഏരിയ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കിക്കോ മക്കളെ, CH3 ഇതാണ് ഞാൻ ഓർഗാനിക് കോമ്പൗണ്ട് എന്ന ഇതാണ് CH3 CH2 CH3 then CH2 CH2 CH2
CH3. ഇതാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ there in the main chain? ആ ആൻസർ നോക്കണ്ട, ആ ആൻസർ ആർക്കോ അബദ്ധം പറ്റിയതാണെന്ന് മിസ് വിശ്വസിക്കുന്നു. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്ന് നോക്കാം. മക്കളെ, മെയിൻ ചെയിൻ നോക്കാൻ ഫസ്റ്റ് ആ മെയിൻ ചെയിൻ കണ്ടുപിടിക്കണം അല്ലെ. ഞാൻ ഇത് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നു, വെറുതെ നോക്കാം എത്ര കാർബൺ ഉണ്ട്. 1 2 3 4 5 6 കാർബൺ. ഇനി വേറൊരു ഓപ്ഷൻ, ഇങ്ങനെ ഒന്ന് പോയി നോക്കാം, പോവാം. 1 2 3 4 5 6 7. ഒന്നും നോക്കണ്ട, നമ്മുടെ മെയിൻ ചെയിൻ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് മെയിൻ ചെയിൻ. ഒരു കാർബൺ കൂടുതൽ ഉള്ളത് എടുക്കണം എന്നല്ലേ സാർ പഠിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെയിൻ ചൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട് മക്കളെ? 7 കാർബൺ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ച്? ഇതിന്റെ ബ്രാഞ്ച് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ പൊസിഷൻ പറയാം. മക്കളെ, നമുക്ക് ബ്രാഞ്ച് ആയിട്ട് വരുന്നത് മിസ് ഇതൊന്നും വായിക്കാണേ. ഓക്കെ, അപ്പൊ നമുക്ക് ബ്രാഞ്ച് ആയിട്ട് വരുന്നത് ഏതാ? ഇതാണ് നമ്മുടെ കാർബൺ എങ്കിൽ, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ എങ്കിൽ ബ്രാഞ്ച് ദേ ഇതാണ് അല്ലെ. അതിന്റെ പൊസിഷൻ എങ്ങനെ നമുക്ക് നമ്പറിംഗ് കൊടുക്കാം? ദേ ഇവിടെ കൊടുക്കുകയാണേ. 1 2 3 4 5 6 7 എന്ന് കൊടുക്കാം. 1 2 3 4 5 6 7 എന്ന് കൊടുക്കാം. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? നമ്മുടെ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടണം മക്കളെ. ഇങ്ങനെ പോയാൽ ബ്രാഞ്ചിന് 3, ഇങ്ങനെ വന്നാൽ ബ്രാഞ്ചിന് 5. ഏത് ചൂസ് ചെയ്യും? 3 ചൂസ് ചെയ്യും. അപ്പൊ എത്രയാ ആൻസർ വരാ? 3. ഓക്കെ, സെറ്റ്, ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇതുപോലെ തെറ്റിച്ച് വെക്കരുത്. നിങ്ങൾ ഒന്നുകൂടി നോക്കുക. ഇങ്ങനെ കാണുമ്പോൾ ഇതല്ലേ മെയിൻ ആള് എന്ന് പറഞ്ഞ് വിചാരിക്കരുത്. മെയിൻ ചെയിനിൽ മാക്സിമം കാർബൺ നമ്പർ വേണം. ഏറ്റവും കൂടുതൽ കാർബൺ ഉള്ള ആ മെയിൻ ചെയിൻ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ള എഫേർട്ട് ഇടണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞ ആൽക്കൈനും ആൽക്കീനും ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ സാർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസന്റ് ഇൻ ദിസ് കോമ്പൗണ്ട്? ആരില്? IUPAC നെയിം ഓഫ് എ കോമ്പൗണ്ട് ഈസ് But1ene. മക്കളെ, But1ene എന്നാണ് ഒരു കോമ്പൗണ്ടിന്റെ പേര്. ഇതില് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ആൽക്കൈൻ. അത് വേറെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് എന്ന് ചോദിച്ചാൽ ദേ ഇവിടെ ഉണ്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. എത്രയുണ്ട്? 4. അപ്പൊ കണ്ണും പൂട്ടി എഴുതാം. എത്രയാ മക്കളെ? 4 കാർബൺ ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ആൽക്കൈൻ കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഈ സെയിം സാധനം തന്നെ ആൽക്കൈൻ ആയാൽ, ആൽക്കീനാണിത്, ഡബിൾ ബോണ്ട്. ആൽക്കൈൻ എന്ന് പറയുമ്പോൾ എന്താ? ആൽക്കൈൻ എന്ന് പറയുമ്പോൾ വന്നു ട്രിപ്പിൾ ബോണ്ട് മക്കളെ, ട്രിപ്പിൾ ബോണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? എവിടെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ഇട്ട് കൊടുക്കുക. ബാക്കിയെല്ലാം സിംഗിൾ ബോണ്ട് ഇട്ട് ജസ്റ്റ് ഹൈഡ്രജനെ ഫില്ല് ചെയ്യുക. എപ്പോഴും കാർബൺ ചുറ്റും 4 പേര് വേണം. ഇപ്പൊ ഒരു വരയുണ്ട്, ഇനി 3 ഹൈഡ്രജനും കൂടി. 2 വരയുണ്ട്, ഇനി 2 ഹൈഡ്രജനും കൂടി. 3 1 4 വരയുണ്ട്, അപ്പൊ ഒന്നും ചെയ്യണ്ട. 3 വരയുള്ളൂ, അപ്പൊ ഒരാൾ വേണം. ഇതാണ് സ്ട്രക്ചർ ഓഫ് ദ ആൽക്കൈൻ കണ്ടെയ്നിങ് സെയിം നമ്പർ ഓഫ് കാർബൺ. സെറ്റ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Element X of the third period of the periodic table has the lowest ionization enthalpy. ഒന്നും കൂടി, X എന്ന് പറയുന്ന ഒരു എലമെന്റ്, അത് തേർഡ് പീരീഡിലാണ് വരുന്നത്. തേർഡ് പീരീഡിൽ. അപ്പൊ ഇവിടെ വരാം, ഹിന്റ് അടുത്തതാണ്. അയാൾക്ക് ലോവസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പിയ, ഏറ്റവും കുറഞ്ഞ ലോവസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അയണൈസേഷൻ എന്താൽപ്പി ഇയാൾക്കാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഇവിടെ വരുമോ? ആലോചിച്ച് പറ. പീരീഡിൽ അങ്ങോട്ട് പോകുന്നതോറും നമ്മൾ പഠിച്ചു മക്കളെ, സൈസ് കുറഞ്ഞാൽ അയണൈസേഷൻ എന്താൽപ്പി അത്രയും കൂടും. സൈസ് കുറഞ്ഞാൽ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണും അടുത്തടുത്തിരിക്കുക. അവിടുന്ന് ഇലക്ട്രോണിനെ കൊണ്ടുവരാൻ നിങ്ങൾ കുറച്ച് പാടുപെടും, ഒരുപാട് എനർജി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതോറും അയണൈസേഷൻ എന്താൽപ്പി കൂടും. അപ്പൊ ഇയാൾക്ക് ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ദേ ഇവിടെ ഇരിക്കും. ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കും. നെക്സ്റ്റ്, ഇൻ വിച്ച് ഗ്രൂപ്പ് ഡസ് ബിലോങ്? മക്കളെ, ലോവസ്റ്റ് അല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഏറ്റവും അറ്റത്ത് വെച്ചത്. ഏറ്റവും അറ്റത്താണെങ്കിൽ ഇത് ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഫസ്റ്റ് ഗ്രൂപ്പ്. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ മക്കളെ? എന്തൊക്കെ കോൺസെപ്റ്റ് ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞുപോയി. ആറ്റത്തിന്റെ സൈസ് എങ്ങനെയാണ് പീരീഡിൽ എന്ന് പഠിച്ചു, പീരീഡ് അയണൈസേഷൻ എന്താൽപ്പി എന്താണെന്ന് പഠിച്ചു, ഇത് തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞു, ആ ഗ്രൂപ്പ് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഗ്രൂപ്പ്.
മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ അറ്റോമിക് നമ്പർ? സിമ്പിൾ അറ്റോമിക് നമ്പർ എത്രയാണെന്ന്. നിങ്ങളോട് പീരീഡ് 3 ആണെന്ന് പറയുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അയാൾക്ക് 3 ഷെല്ലുകൾ ഉണ്ട്. നിങ്ങളോട് അയാൾ പറയുന്നുണ്ടോ അത് ഗ്രൂപ്പ് 1-ലാണെന്ന്? ഇല്ല, പറഞ്ഞില്ല, നമ്മൾ കണ്ടുപിടിച്ചു ഗ്രൂപ്പ് 1-ലാണ്. മക്കളെ ഗ്രൂപ്പ് 1-ലാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 1 ഇലക്ട്രോൺ ആയിരിക്കും. പഠിച്ച കോൺസെപ്റ്റാ. ഗ്രൂപ്പ് 1 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ആയിരിക്കും, ഗ്രൂപ്പ് 2 ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ആയിരിക്കും. അപ്പൊ പറഞ്ഞോ, ഇവിടെ 2, കെയില് മാക്സിമം 2 ഫില്ല് ചെയ്തിട്ടുണ്ടാവും, എല്ലില് മാക്സിമം 8 ഫില്ല് ചെയ്തിട്ടുണ്ടാവും, ബാക്കി 1. 2, 8, 1. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാടാ? ഇത് ആഡ് ചെയ്ത് വെച്ചേ. 2 + 8 + 1 എത്രയാ? 11. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. Calamine is an ore of zinc. സർ രാവിലെ ഇരുന്ന് നിങ്ങൾക്ക് എല്ലാ മെറ്റലിന്റെയും ഓർ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഒരാളെ വരും എന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കളെ വന്നു. ആരാ വന്നത്? കലാമിൻ ആണ് വന്നത്. ഓർ ഓഫ് സിങ്ക്. അതിന്റെ കെമിക്കൽ ഫോർമുല ZnCO3 അല്ലേ? സിങ്ക് കാർബണേറ്റ് വന്നു അല്ലെ? ZnCO3 എവിടെ? ദേ സർ കലാമിൻ പറഞ്ഞു. ആ ZnCO3 നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടായിരുന്നു. Then B part, which method is used to convert the concentrated ore into oxide? മക്കളെ ഇത് കാർബണേറ്റ് ആണ്. നിങ്ങൾക്ക് 2 മെത്തേഡ് ഉണ്ടായിരുന്നു, റോസ്റ്റിംഗ്, കാൽസിനേഷൻ. കാർബണേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? കാൽസിനേഷൻ ചൂസ് ചെയ്യും. അപ്പൊ കണ്ണും പൂട്ടി എഴുതുക, കാൽസിനേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സെറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. A few data later to a gas is given. നമ്മുടെ അമോണിയ ഒക്കെ വരുന്ന ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. Used for the production of nitrogen fertilizers used for plant growth. ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നൈട്രജൻ ഫെർട്ടിലൈസറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഇതെന്ന് പറയുന്നത്. ആൻഡ് ഹാസ് എ ബേസിക് നേച്ചർ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഡെൻസിറ്റി ഈസ് ലെസ് ദാൻ എയർ. എടാ ആളാരാ? അമോണിയ. ആളാരാണ്? അമോണിയ. ക്വസ്റ്റ്യൻ അതല്ല. വിച്ച് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ടു പ്രിപ്പയർ ദിസ് ഗ്യാസ് ഇൻ ദ ലബോറട്ടറി? അപ്പൊ നിങ്ങൾ അമോണിയ ആണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആരൊക്കെ വേണം ഇയാളെ ലബോറട്ടറിയിൽ പ്രിപ്പയർ ചെയ്യാൻ? അമോണിയം ക്ലോറൈഡും NH4Cl-ഉം കാൽഷ്യം ഹൈഡ്രോക്സൈഡും അല്ലെ? NH4Cl-ഉം കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ കിട്ടും? സിമ്പിൾ ആയിട്ട് നമ്മുടെ അമോണിയനെ കിട്ടും. ഓക്കെ, അപ്പൊ അത് സിമ്പിൾ ആയിരുന്നു. നെക്സ്റ്റ് മക്കളെ ബി പാർട്ട് എന്ന് പറയുന്നത്, വാട്ട് നെയിം ഇസ് ദ കോൺസെൻട്രേറ്റഡ് അക്വസ് സൊല്യൂഷൻ ഓഫ് ദിസ് ഗ്യാസ് ഇസ് നോൺ? ഇതിന്റെ കോൺസെൻട്രേഷൻ ആണ് ഗാഢജലീയ ലായനി ഏത് പേരിൽ അറിയപ്പെടുന്നു? നിങ്ങൾക്ക് ഇതിനെ ലിക്വിഫൈ ചെയ്താൽ എന്താ പേരെന്ന് അറിയാം. ഇതിനെ അക്വസ് സൊല്യൂഷൻ എന്താ പേര് പറയാ? ലിക്കർ അമോണിയ അല്ലെ? ലിക്വിഡ് അമോണിയ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. എന്തായാലും വരും എന്ന് പറഞ്ഞത്. സോ അത് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് സർ എടുത്തു പറഞ്ഞ ക്വസ്റ്റ്യൻ വരുമെന്ന് സർ ഉറപ്പ് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. മോൾട്ടൺ NaCl ഇലക്ട്രോളിസിസ്. ആൻഡ് മോൾട്ടൺ NaCl is a good conductor because its ion can move easily, which is the gas liberated at anode during the electrolysis of molten NaCl. മക്കളെ മോൾട്ടൺ NaCl ആനോഡിൽ വരുന്ന ഗ്യാസ് ഏതാ? മോൾട്ടൺ NaCl ആനോഡിൽ വരുന്ന ഗ്യാസ് ഏതാ? ആനോഡ് എന്ന് പറയുമ്പോൾ ചാർജ് ആദ്യം മൈൻഡിൽ കൂടെ പോകണമെന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ആനോഡ് എന്ന് പറയുമ്പോൾ ചാർജ് എന്താ? ആനോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ചാർജ് പോസിറ്റീവ് ആണ്. ആനോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ചാർജ് എന്താ? പോസിറ്റീവ് ആണ്. പോസിറ്റീവിൽ ആര് വരും? നെഗറ്റീവ് അയോൺ വരും. Cl- വരും. അപ്പൊ ഏത് ഗ്യാസ് ഉണ്ടാകും? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. ഏത് ഗ്യാസാ? ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകും. മക്കളെ നെക്സ്റ്റ്, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ്. ആനോഡിൽ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കാഥോഡിൽ എന്താണെന്ന്? കാഥോഡിൽ നടക്കുന്നത് ബി പാർട്ടാണേ. കാഥോഡിൽ നടക്കുന്നത് എന്താ മക്കളെ? കാഥോഡിൽ ഇനി ആര് വന്നാലും എന്തേ നടക്കുള്ളൂ? റിഡക്ഷനെ നടക്കുള്ളൂ. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ Na+ വരും. 1 ഇലക്ട്രോണിനെ വാങ്ങിക്കും, Na ആയിട്ട് മാറും. സർ ഇരുത്തി പഠിപ്പിച്ച സാധനം അങ്ങനെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ. അടിപൊളി. എഴുതിയാൽ 2 മാർക്ക് കിട്ടുമായിരുന്നു. മക്കളെ നോക്കിക്കോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ഒരു ബി പാർട്ട് ആണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോളിസിസ്. കോപ്പർ ക്യാൻ ബി coated on iron bangle by this process, which is the metal connected to the negative terminal of the battery. മക്കളെ എപ്പോഴും ഓർക്കേണ്ട സാധനം വള, മാല, കമ്മൽ ഇങ്ങനെയുള്ള എന്ത് സാധനം തന്നാലും അത് പോയി നെഗറ്റീവിൽ വെക്കുക. വള, മാല, കമ്മൽ അത് പോയി നെഗറ്റീവിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അയൺ ബാങ്കിളിലല്ലേ കോട്ട് ചെയ്യുന്നത്?
ആ അയൺ ബാങ്കിൾ വേണം നെഗറ്റീവിൽ വെക്കാൻ. അയൺ ബാങ്കിൾ. മക്കളെ ബി പാർട്ട് കേട്ടോ. Write the chemical equation of the reaction taking place at anode. അപ്പൊ ആനോഡിൽ എന്താ? ആനോഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്. അവിടെ ആരാ? കോപ്പർ. ആനോഡിൽ ആര് വന്നാലും എന്തേ നടക്കുള്ളൂ? അയാൾക്ക് നടക്കുന്നത് മക്കളെ ഓക്സിഡേഷൻ. അപ്പൊ Cu വരും, പുറത്തേക്ക് 2 ഇലക്ട്രോണിനെ കളഞ്ഞ് Cu2+ ആകും. സിമ്പിൾ. ഓക്കെ, കിട്ടിയാൽ 2 മാർക്ക് കിട്ടുമായിരുന്നു. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ. Esters are generally have the pleasant smell of flowers and fruits. The structure of ഒരു സ്ട്രക്ചർ, ഇത് ഒരു എസ്റ്ററിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. CH3 CH2 CH2 COO CH2 CH3 ആണ് മക്കളെ. ഇതിന് ഏത് ഫ്രൂട്ടിന്റെ സ്മെല്ലാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ഫ്രൂട്ടിന്റെ സ്മെല്ലാ ഇയാൾക്കുള്ളത്? മെത്തേത്ത് ഈഥൈൽ ബ്യൂട്ടനേറ്റ് എന്ന് പറയുന്ന ആളാണല്ലേ. അപ്പൊ അയാളുടെ സ്മെൽ എന്താ മക്കളെ? പൈനാപ്പിളിന്റെ സ്മെല്ലാണ്. പൈനാപ്പിളിന്റെ സ്മെല്ലായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ, ചാപ്റ്റർ ഡിസ്കഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിൾ സ്മെല്ലാണ്. റൈറ്റ് ദ നെയിം ഓഫ് ദ കാർബോക്സിലിക് ആസിഡ് പ്രിപ്പയർ ഫ്രം ദിസ് എസ്റ്റർ. ഈ എസ്റ്ററിന്ന് വരുന്ന കാർബോക്സിലിക് ആസിഡിന്റെ പേര് എഴുതാൻ. ഏത് കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും ഇതിന്ന് വരിക? മെത്ത്. അപ്പൊ എന്തായിരിക്കും മക്കളെ? എത്തനോയിക് ആസിഡ് അല്ലെ. എത്തനോയിക് ആസിഡ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടാമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഗ്യാസ് ലോസി എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അടിപൊളിയായിട്ട് ഇന്നലെ കുറെ ക്വസ്റ്റ്യൻ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു വോളിയം വെച്ച് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഹൈ ആണ് എന്ന് പറഞ്ഞായിരുന്നു മക്കളെ. അതുപോലെ വോളിയം വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നു. നോക്കിക്കോ. നമ്മൾ SO2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെയിം SO2 തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ നോക്കിക്കോ. അറ്റ് 180 m പ്രഷർ ആൻഡ് 273 Kelvin ടെമ്പറേച്ചർ 320 gram of SO2 has volume 112 liter. Okay, what is the volume of 10 gram of H2 under the same temperature and pressure? മക്കളെ ഈ ടെമ്പറേച്ചറും പ്രഷറിനും ഒരു പ്രത്യേകതയുണ്ട്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുമ്പോൾ ഇവർ STP യിലാണ്. അപ്പൊ STP യിലുള്ള 10 gram ഹൈഡ്രജന്റെ എന്ത് കണ്ടുപിടിക്കാനാണ്? വോളിയം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. മക്കളെ ഇത് 10 gram STP യിലാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എന്താണെന്നാ ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചൂടെ? മിസ് രാവിലെ പറഞ്ഞു നിങ്ങളോട് തന്നിട്ടുള്ളത് മാസ് ആണ്, കണ്ടുപിടിക്കാനുള്ളത് വോളിയം ആണ്. സിമ്പിൾ. മാസും മോളും കണക്ട് ചെയ്യുക, മോളും വോളിയവും കണക്ട് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസേ ഗിവൺ മാസേ ബൈ, ഇത് മോളിക്യൂൾ അല്ലേ, H2 അല്ലേ, മോളിക്കുലാർ മാസ്, ഗിവൺ മാസേ ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ പറഞ്ഞോ 10/2 ചെയ്താൽ മോളിക്കുലാർ മാസ് 2 ചെയ്താൽ എന്ത് കിട്ടും? 5 മോൾ എന്ന് കിട്ടും. അപ്പൊ ആള് 5 മോളാ. അപ്പൊ 5 മോളിന്റെ വോളിയം കണ്ടുപിടിച്ചാൽ മതി മക്കളെ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കാണാൻ വോളിയം വെച്ചിട്ടുള്ള ഇക്വേഷൻ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. ഗിവൺ വോളിയം ബൈ 22.4. അപ്പൊ വോളിയം കാണാൻ മോൾ ഇൻറ്റു 22.4. അപ്പൊ മോൾ ഇൻറ്റു 22.4 മക്കളെ ഈസി ആയിട്ട് പറ. 5 ഇൻറ്റു 22.4 വിച്ച് ഇസ് ഈക്വൽ എത്ര കിട്ടും? 112 എന്ന് കിട്ടും. 112 ലിറ്റർ. സിമ്പിൾ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ദ ഗ്യാസ് ലോ റിലേറ്റഡ് ടു ദിസ് ഇക്വേഷൻ. മക്കളെ ഇവരുടെ 2 പേരുടെയും വോളിയം ഈക്വൽ ആയി. എങ്ങനെയാണ് അത് ഈക്വൽ ആയത്? അയാൾക്ക് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണുള്ളത്. സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും വോളിയവും ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അങ്ങനെ ഒരു ലോ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഏത് ലോയാ അത്? അവഗാഡ്രോ ലോ. സോ ബി പാർട്ട് നമുക്ക് കിട്ടും. മിസ് എവിടെ എഴുതും? ഓക്കെ മിസ് ഇവിടെ എഴുതാം. ഓക്കെ സി അല്ല, ബി പാർട്ട് അല്ലെ. ബി പാർട്ട് എന്ന് പറയുന്നത് അവഗാഡ്രോ ലോ. സിമ്പിൾ. ഓക്കെ സെറ്റ്. അവഗാഡ്രോ ലോ സിമ്പിൾ അല്ലായിരുന്നോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. രാവിലെയും ഇന്നലെയും മോർണിംഗ് ബൂസ്റ്ററിൽ മാരത്തോണിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ 2NO നമ്മൾ അത് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ അത് തന്നെ വന്നു മക്കളെ. 2NO plus O2 reversibly gives 2NO2 plus heat എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എനി 2 characteristics ഓഫ് ഇക്വിലിബ്രിയം. നമ്മൾ ഇക്വിലിബ്രിയം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. എന്താണ് ഇക്വിലിബ്രിയം എന്നുള്ളത്?
ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാം. ഒന്ന് റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും പുരോപ്രവർത്തനവും പശ്ചാത്പ്രവർത്തനയും റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ ഇത് ഡൈനാമിക് നേച്ചർ ആണ്, വെറുതെ നിൽക്കല്ല, അതിന് എന്തുണ്ട്? ഡൈനാമിക് നേച്ചർ ഉണ്ട്. അപ്പൊ കാറ്റലിസ്റ്റ് ഒന്നും ഇതിനെ എഫക്ട് ചെയ്യൂല. ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സിൽ എഴുതാം. ആൻഡ് ബി പാർട്ടിലേക്ക് വരാം. ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ച് affect the rate of forward reaction? ഫോർവേഡ് റിയാക്ഷനെ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. ആഡിങ് മോർ ഓക്സിജൻ, ഇതിലേക്ക് മോർ ഓക്സിജൻ ആഡ് ചെയ്താൽ ഫോർവേഡ് റിയാക്ഷൻ എന്ത് പറ്റും? സിമ്പിൾ ആയിട്ട് എന്റെ മക്കളുമാർക്ക് ഇന്നലെ പറഞ്ഞു തന്നതാ. പറഞ്ഞേ, മോർ ഓക്സിജൻ ആഡ് ചെയ്യുന്നു. ഒരുപാട് ഓക്സിജൻ ആഡ് ചെയ്താൽ സിസ്റ്റം എന്ത് ചെയ്യും? അത് കുറയ്ക്കാൻ നോക്കും. ഓക്സിജൻ എപ്പം കുറയും? ഇവരെല്ലാം അങ്ങോട്ട് പോകുമ്പോ. അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഫോർവേഡ്. അപ്പൊ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് എന്ത് ചെയ്യും മക്കളെ? കൂടും. സെറ്റ് മക്കളെ. ബി പാർട്ട് അതിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ടാണ്. ഇൻക്രീസിങ് പ്രഷർ അറിയാൻ ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്പർ ഓഫ് മോൾസ് നമ്മൾ അറിയണം. അപ്പൊ പറഞ്ഞേ, 2 മോൾ NOയും 1 മോൾ ഓക്സിജനും ചേർന്നാണ് 2 മോൾ NO2 കിട്ടുന്നത്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞേ, ടോട്ടൽ ഇവിടെ 3 മോള്, ടോട്ടൽ ഇവിടെ 2 മോള്. ഇൻക്രീസിങ് പ്രഷർ, നമ്മൾ പോയി പ്രഷർ കൂട്ടിയാൽ ആള് പ്രഷർ കുറയ്ക്കാൻ നോക്കും. ആളുടെ പ്രഷർ എപ്പം കുറയും? ആള് കുറവുള്ളടുത്ത് പോയാൽ പ്രഷർ കുറയും. അപ്പൊ എന്ത് ചെയ്യും മക്കളെ? ഫോർവേഡ് റിയാക്ഷൻ, അഗെയിൻ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റ് കൂടും. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സർ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? ബോക്സൈറ്റ് ഓർ ഇസ് കോൺസെൻട്രേറ്റഡ് ബൈ ലീച്ചിങ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് Al2O3 എന്ന് പറയുന്ന നമ്മുടെ ബോക്സൈറ്റിനെ NaOH റിയാക്ട് ചെയ്യിക്കുകയാണ് നമ്മൾ ചെയ്യുക. അതാണ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്. അങ്ങനെയാണെങ്കിൽ വിച്ച് കോമ്പൗണ്ട് ഇസ് ഫോംഡ് വെൻ ബോക്സൈറ്റ് ഡിസോൾവ് ഇൻ NaOH? ഇയാള് NaOH ഡിസോൾവ് ചെയ്യുമ്പോൾ ആരാണ് ഉണ്ടാവുക മക്കളെ? സിമ്പിൾ സിമ്പിൾ. എ പാർട്ട് ക്വസ്റ്റ്യൻ സിമ്പിൾ. സോഡിയം അലൂമിനേറ്റ്, NaAlO2. ആരാ? സോഡിയം അലൂമിനേറ്റ്. ബി പാർട്ട് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് precipitated from this solution? മക്കളെ ഇതിൽ നിന്ന് എങ്ങനെയാ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നത്? മെറ്റൽ ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റലിന്റെ ഹൈഡ്രോക്സൈഡ്, അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. എങ്ങനെ ഇതിൽ നിന്ന് ഉണ്ടാകും? ഒന്നുമില്ല. ഇയാളിലേക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ച് വാട്ടർ ആഡ് ചെയ്താൽ മതി. കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക, കുറച്ച് എമൗണ്ട് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഓക്കെ, കുറച്ച് എമൗണ്ട് ഓഫ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിലേക്ക് പതുക്കെ വെള്ളം ഒഴിച്ചിളക്കുന്നു. നമുക്ക് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കിട്ടും. മക്കളെ സി പാർട്ട്, how is the precipitate converted into alumina? ഈ സാധനം എങ്ങനെയാ അലൂമിന ആകുന്നത്? ഒന്നുമില്ല. AlOH ട്വൈസിനെ പിടിച്ച് ഹീറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് അലൂമിന കിട്ടും. ഓക്കെ, സെറ്റ്, അലൂമിന കിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സ്റ്റീൽ ടവർ നോൺ ആസ് ബ്ലാസ്റ്റ് ഫർണസ്. അതെന്ന് പറയുന്നത് ഇത്ര മീറ്റർ, 25 to 30 മീറ്റർ ഹൈ ആണ്. ദ മിക്സ്ചർ നോൺ ആസ് charge fed from the top of the furnace via the cup and cone arrangement. What are the substances contained in a mixture known as charge in addition to iron ore? മക്കളെ ഈ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇടുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ആ ചാർജിൽ അയണിന്റെ ഓർ അല്ലാണ്ട് വേറെ ആരൊക്കെയാണുള്ളത് മക്കളെ? സിമ്പിൾ സിമ്പിൾ. ആരൊക്കെയുള്ളത്? കോക്കും ലൈംസ്റ്റോണും. ബി പാർട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ്? ഈ കാർബൺ ഡയോക്സൈഡ് ആകും. അവിടുന്ന് മോർ എമൗണ്ട് ഓഫ് കാർബൺ ആയിട്ട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അതാണ് നമ്മുടെ റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സീകാരി. മക്കളെ സി പാർട്ട് ക്വസ്റ്റ്യൻ, what is the chemical equation for the reduction of iron ore in the blast furnace? reduction of iron ore അല്ലേ? അപ്പൊ Fe2O3 അയണിന്റെ ഓർ റെഡ്യൂസ് ചെയ്യാൻ ആരാ വരുന്നത്? നമ്മുടെ കാർബൺ മോണോക്സൈഡ്. റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ മക്കളെ? ഓക്സിജനെ എടുത്ത് റിമൂവ് ചെയ്യുക. അപ്പൊ Fe മാത്രമാകും, ബാക്കി ആരുണ്ടാകും? കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. സർ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇന്നലെ പറഞ്ഞു തന്ന സാധനം, ഗാൽവാനിക് സെല്ലിൽ ഇന്ന കോമ്പൗണ്ട് ഇന്ന പെയർ വരുമ്പോൾ അവരുടെ റിയാക്ടിവിറ്റി നോക്കുക, നല്ല അടിപൊളിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മക്കളെ നോക്കിക്കോ, ഗാൽവാനിക് സെല്ലും വോൾട്ടേജും തന്നിട്ടുണ്ട്. among the electrodes used, which metal has highest tendency to get oxidized in the redox reaction? ഇവരിൽ ആർക്കായിരിക്കും highest tendency to get oxidized എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മക്കളെ. സിമ്പിൾ. വിച്ച് മെറ്റൽ എന്നാണ് ചോദിക്കുന്നത് അല്ലെ? among the electrodes used, which metal has the highest
ടെൻഡൻസി ടു ഗെറ്റ് ഓക്സിഡൈസ്. ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അത് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് റിയാക്ടിവിറ്റിന്റെ ഓർഡറും കാര്യങ്ങളും ഒക്കെ അറിയാം. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആരാണ്? മഗ്നീഷ്യം ഉണ്ടല്ലേ. അപ്പം Mg മഗ്നീഷ്യം. ടോപ്പിൽ വരുന്ന ആരാ നോക്കിയാൽ മതി. Next, in galvanic cell is constructed using magnesium and zinc electrodes. Next question ആണ് മക്കളെ ബി പാർട്ട്. മഗ്നീഷ്യവും സിങ്കും യൂസ് ചെയ്ത് ഞാൻ ഒരു ഗാൽവാനിക് സെല്ല് കൺസ്ട്രക്ട് ചെയ്താൽ from which metal to which metal will be the direction of electron flow. ഏത് മെറ്റലിൽ നിന്ന് ഏത് മെറ്റലിലേക്കായിരിക്കും ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. അപ്പൊ ഇത് എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടായിരിക്കുക? നെഗറ്റീവ് ടു പോസിറ്റീവിലേക്ക്. അപ്പൊ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് എപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവിലേക്കായിരിക്കും. മക്കളെ ഗാൽവാനിക് സെൽ അല്ലേ ആള്? ഗാൽവാനിക് സെല്ല് നെഗറ്റീവ് ആരാ? ആനോഡ്. പോസിറ്റീവ് ആരാ? കാഥോഡ്. ഇനി ആനോഡ് ആയിട്ട് നമ്മൾ ആരെയാ യൂസ് ചെയ്യാ? മെറ്റൽ വിത്ത് ഹയർ റിയാക്ടിവിറ്റി. ഇവിടെയോ മെറ്റൽ വിത്ത് ലോവർ റിയാക്ടിവിറ്റി. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാ മക്കളെ പറഞ്ഞേ. മഗ്നീഷ്യവും സിങ്കും ആരാണ് റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ നിൽക്കുക? ടോപ്പിൽ നിൽക്കുന്ന ആരാ? നമ്മുടെ മഗ്നീഷ്യം അല്ലേ. അപ്പം മഗ്നീഷ്യത്തിൽ നിന്ന് എങ്ങോട്ടേക്ക്? സിങ്കിലേക്ക്. ഇത്രയുള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക, അവിടുന്ന് ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏത് പേര് ചോദിച്ചാലും എഴുതാനായിട്ട് പറ്റും. റൈറ്റ് ദ റിഡോക്സ് ഇക്വേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ എന്ന് പറയുന്നുണ്ട്. ഇവിടെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ എഴുതണം അല്ലെ. അപ്പം Mg ആണ് നമ്മുടെ ആനോഡ് എന്ന് പറയുന്നത്, സിങ്ക് ആണ് നമ്മുടെ കാഥോഡ് എന്ന് പറയുന്നത്. കാഥോഡ് എന്താ? സിങ്ക്. ഓക്കെ. അപ്പം ആനോഡിൽ ആര് വന്നാലും അവിടെ ഓക്സിഡേഷനേ നടക്കുള്ളൂ, കാഥോഡിൽ ആര് വന്നാലും അവിടെ റിഡക്ഷനേ നടക്കുള്ളൂ. മക്കളെ ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ലോസ് ഓഫ് ഇലക്ട്രോൺ. Mg വരും, പുറത്തേക്ക് 2 ഇലക്ട്രോണിനെ കളയും, Mg2+ ആകും. ഇനി സിങ്ക് ആണെങ്കിൽ ഗെയിനേ നടക്കുള്ളൂ. സിങ്ക് ഗെയിൻ ചെയ്യില്ല, സിങ്കിന്റെ അയോൺ ഗെയിൻ ചെയ്യും, എന്നിട്ട് എന്താവും? സിങ്ക് ആയിട്ട് മാറും. ചേർത്തെഴുതിയാല് ഈ സൈഡിലെ Mg എഴുതുന്നു, ഈ സൈഡിലെ Zn2++ 2 ഇലക്ട്രോൺ എഴുതുന്നു, ഗീവ്സ് ഈ സൈഡിലെ Mg2++ 2 ഇലക്ട്രോൺ എഴുതുന്നു, ഈ സൈഡിലെ സിങ്ക് എഴുതുന്നു. ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്യാം. ഫൈനൽ Mg+ Zn2+ ഗീവ്സ് Mg2++ Zn. സിമ്പിൾ അല്ലേടാ? ആ റിയാക്ടിവിറ്റി പഠിക്കുക, അവിടെ ആനോഡ് കാഥോഡ് കോൺസെപ്റ്റ് പഠിക്കുക, ഹയർ റിയാക്ടിവിറ്റി ലോവർ റിയാക്ടിവിറ്റി പഠിക്കുക, എവിടെ ഓക്സിഡേഷൻ നടക്കും എവിടെ റിഡക്ഷൻ നടക്കും എന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Various organic compounds are formed through organic chemical reaction. Write the structural formula of the compound formed when ethine react with hydrogen chloride. Write the structural formula of the compound formed when ethine അല്ലേ. ethine മെത്ത് എത്ത്. ഓക്കെ. ethine എന്ന് പറയുമ്പോൾ നടുക്ക് എന്ത് വേണം? ട്രിപ്പിൾ ബോണ്ട് വേണം. ഒന്ന് ഗ്യാപ്പിൽ എഴുതാം. ഓക്കെ. മെത്ത് എത്ത്. ഈഥൈൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ. ഇനി ഇവിടെ ഒരു CH, ഇവിടെ ഒരു CH. ഇത് ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് ദാറ്റ് ഈസ് HCl റിയാക്ട് ചെയ്യുമ്പോൾ ആരെ കിട്ടുന്നതാണ് അവർ ചോദിക്കുന്നത്. സിമ്പിൾ. എന്ത് ചെയ്യും? ഹൈഡ്രജൻ ഇവിടെ കയറും, Cl ഇവിടെ കയറും, CH2 CHCl എന്ന് വരും അല്ലെ. CH2 CHCl എന്ന് വരും, നടുക്ക് സിംഗിൾ ബോണ്ട് വരും. സിമ്പിൾ. മക്കളെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് formed when this compound undergoes polymerization? മക്കളെ ഈ കോമ്പൗണ്ട് പോളിമറൈസേഷനിലേക്ക് വരുമ്പോ നമുക്ക് കിട്ടുന്ന ആളാരാ? ഈ കോമ്പൗണ്ട് പോളിമറൈസേഷൻ വരുമ്പോൾ ആരെയാ കിട്ടുന്നത്? നമ്മുടെ PVC, പോളിവിനൈൽ ക്ലോറൈഡ്. ദെൻ അതിന്റെ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറയുന്നുണ്ട്. എന്താ? NCH2 CHCl ചേരുമ്പോ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമ്മുടെ പോളിമർ ആര്? PVC കിട്ടും. ദേ നോക്കിക്കോ, CH2 CHCl അല്ലെ, N ടൈംസ്. ഓക്കെ സെറ്റ്. അപ്പൊ പോളിമറൈസേഷൻ എന്ന് പറയുന്ന ഏരിയ നമ്മൾ റിപ്പീറ്റ് ചെയ്ത ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത് SO2+O2. എടാ ഇതിൽ ഞാൻ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ആകുന്ന ആ ഒരു റിയാക്ഷൻ വെച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ SO2 വെച്ചിട്ട് അവർ ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നോക്കിക്കോ, SO2 plus O2 reversibly gives 2SO3. മക്കളെ നോക്കിക്കോ, how many moles of SO3 will be formed?
how many moles of SO3 will be formed when 2 moles of sulfur dioxide is reacted completely with 1 mole oxygen? എടാ 2 മോൾ SO2ഉം 1 മോൾ ഓക്സിജനും ചേർന്നാൽ 2 മോൾ SO3 കിട്ടും. അത് റിയാക്ഷനിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് പറയാം അല്ലേ? അപ്പൊ 2 മോള് കിട്ടും, 2 മോള് കിട്ടും. സെറ്റ്. നെക്സ്റ്റ്, how many moles of oxygen are to be reacted with sulfur dioxide to obtain 20 moles of sulfur trioxide? 20 മോള് സൾഫർ ട്രയോക്സൈഡ് വേണം. How many molecules of oxygen are to be reacted with sulfur dioxide? എത്ര molecules of oxygen വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആദ്യം മോള് കണ്ടുപിടിക്കുക, മോളിൽ നിന്ന് മോളിക്യൂൾ എടുത്താൽ മതി. ഓക്കെ, 1 മോളിന് 2 വേണം. 1 മോൾ ഓക്സിജൻ വന്നാൽ 2 മോളെ കിട്ടും. അങ്ങനെയാണെങ്കിൽ 20 എത്രയാടാ? 20/2 എത്ര കിട്ടും? 10 എന്ന് കിട്ടും അല്ലെ? 10 മോള്. അപ്പൊ ഒന്ന് പറഞ്ഞേ, 10 മോള് വേണം, 10 മോള് വേണം. സെറ്റ്, 10 മോള് വേണം, 10 മോള്. അപ്പൊ നോക്കിക്കോ, 1 മോൾ ഓക്സിജന് 2 മോൾ ഉണ്ടാവുമെങ്കിൽ 20 മോളിന് എത്ര ഉണ്ടാകും? 10 മോൾ ഉണ്ടാകും. അപ്പൊ ആ 10 മോൾ എത്ര മോളിക്യൂൾ ആണെന്ന് പറഞ്ഞാൽ മതി. 10 മോൾ എത്ര മോളിക്യൂളാ? 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. 1 മോൾ അവഗാഡ്രോ നമ്പർ മോളിക്യൂൾ ആണെങ്കിൽ 10 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സിമ്പിൾ എടാ. 6.022 ഇൻറ്റു 10⁻23. മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ദ വോളിയം ഓഫ് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ 224 liter of SO3? 224 liter of SO3. മക്കളെ, 224 liter SO3 വേണമെങ്കിൽ what is the volume of sulfur dioxide? എത്ര സൾഫർ ഡയോക്സൈഡ് വേണം? ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇയാളെ അങ്ങ് എന്ത് ചെയ്യണം? വോളിയത്തിലേക്ക് മാറ്റണം. എന്ത് ചെയ്യണം? ഇയാളെ വോളിയത്തിലേക്ക് മാറ്റണം. 2 മോൾ എന്ന് പറയുന്നത് എത്ര വോളിയമാ? 2 മോൾ എന്ന് പറയുന്നത് എത്രയാ? 44.8 മോളാ. 44.8 ലിറ്ററാ. എത്രയാ? 44.8 ലിറ്ററാ. അപ്പൊ 2 മോൾ എന്ന് പറയുന്നത് 44.8 ലിറ്റർ ആണ്. അപ്പൊ ഈ 2 മോൾ എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നോക്കിക്കോ, വാട്ട് ഇസ് ദ വോളിയം ഓഫ് സൾഫർ ഡയോക്സൈഡ്? സൾഫർ ഡയോക്സൈഡിന്റെ വോളിയം വേണം. ടു ഒബ്റ്റെയിൻ 224 ലിറ്റർ ഓഫ് SO3 at STP. 224 ലിറ്റർ SO3 വേണമെങ്കിൽ എത്ര സൾഫർ ഡയോക്സൈഡ് വേണം? ചെയ്തു നോക്കാം. ഓക്കെ, അഡീഷണൽ ഒരു നമ്പർ എടുക്കാണേ. 2SO2 പ്ലസ് O2 റിവേഴ്സിബിളി ഗീവ് 2SO3, റൈറ്റ്? ഓക്കെ, അതിനകത്ത് എന്താ ക്വസ്റ്റ്യൻ? 224 ലിറ്റർ SO3 വേണം. 224 ലിറ്റർ SO3 വേണം. അതിന് എത്ര ലിറ്റർ ഓഫ് SO2 വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിംപ്ലി നമുക്ക് പറയാം. നമുക്കിവിടെ മോളാർ മാസ് ഓഫ് SO2ഉം SO3 തന്നിട്ടുണ്ട്. 64ഉം 80ഉമാണ്. 64ഉം SO2 64ഉം ഇത് എത്രയുമാണ്? 80ഉമാണ്. 80ഉമാണ്. ഓക്കെ, ഓക്കെ, ഇത് സിംപ്ലി നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കോ, 2 മോൾ എന്ന് പറയുന്നത് 2 മോൾ. ഓക്കെ, 2 മോൾ SO2 വന്നാൽ 2 മോൾ SO3 ഉണ്ടാകും. 2 മോൾ SO3 ഉണ്ടാകും. 2 മോൾ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാ? 44.8 ലിറ്ററാ. 2 മോൾ SO3 എന്ന് പറഞ്ഞാൽ എത്രയാ? 44.8 ലിറ്റർ. അതെങ്ങനെ കിട്ടി മക്കളെ? 1 മോൾ എന്ന് പറയുന്നത് 22.4. അങ്ങനെയാണെങ്കിൽ 2 മോൾ 44.8 ലിറ്ററാ. മക്കളെ, എങ്ങനെയാണെങ്കിൽ 224 ലിറ്റർ ഓഫ് SO3 എത്രയാ? സെയിം 224 ലിറ്റർ ഓഫ് SO2. 224 ലിറ്റർ ഓഫ് SO2. വേറൊന്നും ചെയ്യണ്ട, 224 ലിറ്റർ ഓഫ് SO2. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളെ നോക്കിക്കോ, സിമ്പിൾ. കാൽഷ്യം കാർബണേറ്റും ഹീറ്റും ചേർന്നാൽ, ഹീറ്റ് കൊടുത്താൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടും. കേട്ടോ ക്വസ്റ്റ്യൻ. കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്താൽ നമുക്ക് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടും. ക്വസ്റ്റ്യൻ ഇതാണ്. ഹൗ മെനി ഗ്രാംസ് ഓഫ് ലൈംസ്റ്റോൺ ആരാന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം മക്കളെ. ലൈംസ്റ്റോൺ ഇയാള്. ഹൗ മെനി ഗ്രാംസ് ഓഫ് ലൈംസ്റ്റോൺ are to be heated to obtain 224 gram of quicklime. Quicklime എന്ന് വെച്ചാൽ കാൽഷ്യം ഓക്സൈഡ്. എത്ര ഗ്രാമിന് എത്ര ഗ്രാം ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ. സിമ്പിൾ. ആദ്യം നിങ്ങൾക്ക് താഴെ കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ട്. ഇയാളുടെ ഇപ്പൊ 1 മോൾ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് CaCO3 എന്ന് പറയുന്നത് എത്രയാ? 100 ഗ്രാമാ. 1 മോൾ എന്ന് വെച്ചാൽ എത്ര ഗ്രാമിന് ഈക്വലാ? അയാളുടെ മോളിക്കുലാർ മാസിന് ഈക്വലാ. 100 ഗ്രാമാ. 1 മോൾ CaO എന്ന് പറയുന്നത് 56 ഗ്രാമിന് ഈക്വലാ. 100 ഗ്രാമിന് 56 ആണെങ്കിൽ 224 എത്ര? അത്രയുള്ളൂ ക്വസ്റ്റ്യൻ. 100 ഗ്രാമിന്
56 ആണെങ്കിൽ 224 എത്ര മക്കളെ? കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും അല്ലെ? 4 കിട്ടും. അപ്പൊ 4 × 100 400 gram. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ. 400 gram. എവിടെ 400 gram. Okay, മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the mass of carbon dioxide liberated when the amount of quicklime formed? What is the mass of carbon dioxide? Okay, അപ്പോൾ കാർബൺ ഡയോക്സൈഡിന്റെ മാസ് എത്രയാ? when this amount of quicklime formed? മക്കളെ നോക്കിക്കോ, 56 ഗ്രാമിന് എത്ര ഉണ്ടാകും? ഇയാളുടെ മോളിക്കുലാർ മാസ് എത്രയാ? 44. 56 ഗ്രാമിന് 44 ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 224 എത്രയാ? അത്രേ ഉള്ളൂ. 56 ഗ്രാമിന് 44 അല്ലെ? 56 ഗ്രാമിന് 44. ഒന്നും കൂടി. ഓക്കെ, ബി പാർട്ട് മിസ് ചെയ്താണ്. ബി പാർട്ട് മക്കളെ നോക്കിക്കോ, 56 ഗ്രാം കാൽഷ്യം ഓക്സൈഡ് ചേർന്നാൽ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ 224 എത്രയാ? അപ്പൊ 44/56 into 224. സിമ്പിൾ 4 കിട്ടും. 4 × 44 ആൻസർ ആയി. ഓക്കെ, അപ്പം എത്രയാ? 6 1 4 × 4 176 ഗ്രാം. സിമ്പിൾ. ഓക്കെ, അപ്പൊ 176 ഗ്രാം എന്ന് ആൻസർ കിട്ടും. 176 ഗ്രാം. സെറ്റ് മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളൂ, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ നോക്കിക്കോ, ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കോ, സർ രാവിലെ എഫിന്റെ എക്സാമ്പിൾ വെച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. എഫിന്റെ എക്സാമ്പിൾ വെച്ച് സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം സാധനം MN എന്ന് ചോദിച്ചു എന്നേ ഉള്ളൂ. മക്കളെ നോക്കിക്കോ, MnO2 ഉണ്ട് ആൻഡ് MnO3 ഉണ്ട്. MN2O3 ഉണ്ട് ആൻഡ് MnO2 ഉണ്ട്. Okay, oxidation state of oxygen manganese atomic number ഒക്കെ തന്നിട്ടുണ്ട്. In which compounds manganese shows +4 oxidation state? ഇതിൽ ആർക്കാണ് +4 oxidation state കാണിക്കുക? മക്കളെ മാംഗനീസ് അറിയില്ല, X എന്ന് വിളിക്കുക. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ നമുക്കറിയാം -2. അങ്ങനെ എത്ര ഓക്സിജൻ ഇവിടെ ഉണ്ട്? 2 ഓക്സിജൻ. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 0 കിട്ടും. ഇതൊരു റൂളാണ്, ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള റൂളാണ്. So x -4 = 0, x ന്റെ വാല്യൂ +4. ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് എന്ത് മാംഗനീസ് എന്ന് പറയുന്നത് +4 ആണ്. സോ ഫസ്റ്റ് ആൻസർ എന്താ മക്കളെ? ആരിലാണ് +4? MnO2 ലാണ് +4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Mn4+. 25 ആണ് അറ്റോമിക് നമ്പർ. 4 പോയാൽ എത്ര കിട്ടും? 21 കിട്ടും. അപ്പൊ ആർഗൺ വരെയുള്ള ആൾക്കാരെ ഞാൻ എഴുതുന്നില്ല, ബാക്കി 3Dയിൽ നമുക്ക് ഫിൽ ചെയ്യാം അല്ലെ? അപ്പൊ 18 ആർഗൺ ആയപ്പോ ബാക്കി എത്ര പേരുണ്ട്? 21. 4+ ആണ്. 4 പോയി എന്നാണ് അർത്ഥം. Mnന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലല്ലോ, Mn4+ അല്ലേ ചോദിച്ചത്. അപ്പൊ 4 ഇലക്ട്രോൺ പോയി. 4 ഇലക്ട്രോൺ പോയാൽ എത്രയാവും മക്കളെ? 25 നിന്ന് 4 പോയി 21 ആകും. അപ്പൊ 18 ബാക്കി 19 20 21 3 ഇവിടെ ഫിൽ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, why do the d block element show variable oxidation state? റിപ്പീറ്റ് ചെയ്ത് സർ പറഞ്ഞു തന്ന കാര്യം അതെന്താണ്? n-1d ഓർബിറ്റലും n-1d ഓർബിറ്റലും ns ഓർബിറ്റലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കര സ്മോൾ ആണ്, ഭയങ്കര ചെറുതാണ്. അതുകൊണ്ടാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മക്കളെ നമ്മൾ പോവാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഒരു ഗ്യാസിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് തന്നേക്കാണ് കേട്ടോ. യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഫോർ ദ പ്ലാന്റ് ഗ്രോത്ത്, ഹാസ് എ ബേസിക് നേച്ചർ ആൻഡ് ദ ഡെൻസിറ്റി ലെസ് ദാൻ എയർ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ? ഏതൊക്കെ കെമിക്കൽസ് വേണം, ഏതൊക്കെയാണ് കോൺസെൻട്രേഷൻ? ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, ദ കോമ്പൗണ്ട് X belong to either family. ഓക്കെ, ഇത് സാർ രാവിലെ എല്ലാ കോമ്പൗണ്ടിന്റെയും ഐസോമർസും ഒക്കെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ കോമ്പൗണ്ട് X belongs to either family. X എന്ന് പറയുന്നത് either ഫാമിലിയിൽ വരുന്ന ഒരാളാണ്. ഓക്കെ, either ഫാമിലിയിൽ വരുന്ന ആളാണ്. There is a ethyl group on each side. രണ്ട് സൈഡിലും എന്തുണ്ട് മക്കളെ? ethyl ഗ്രൂപ്പുകൾ ഉണ്ട്. എന്തുണ്ട്? ethyl ഗ്രൂപ്പുകൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കമന്റ് ചെയ്തേ മക്കളെ, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഈതർ ആണ്, രണ്ട് സൈഡിലും ഇതുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞോ, സ്ട്രക്ചർ ആണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞോ, എന്താ വരിക? ഈതറുകളല്ലേ. അപ്പോ
ഫസ്റ്റ് എക്സ് ബിലോങ്സ് ടു ഈതർ ആണ്. അതുപോലെ ദർ ഈസ് ആൻ ഈഥൈൽ ഗ്രൂപ്പ് ഓൺ ഈച്ച് സൈഡ്. ഇവിടെ ഒരു ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെയും ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. നടുക്ക് ഈഥർ എന്ന് പറയുമ്പോൾ ഓ വരും അല്ലെ. ഓക്കെ, ഇനി ഇവിടെ ആരൊക്കെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി മക്കളെ. പറ, ഈഥൈൽ ഗ്രൂപ്പ് രണ്ട് സൈഡ് എന്ന് പറയുമ്പോൾ മെത്ത് എത്ത് അല്ലെ, CH2 CH3 ഉണ്ടാകും. ഈ സൈഡിലും CH2 CH3 ഉണ്ടാകും. സോ സ്ട്രക്ചർ ആയിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഐസോമർ ഓഫ് ദ ഫങ്ഷണൽ കോമ്പൗണ്ട്, അത് നമ്മൾ വരച്ചു. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ഇറ്റ്? ഓൾറെഡി അതിനകത്ത് പറയുന്നുണ്ട് മക്കളെ, ഈഥർ ഗ്രൂപ്പുകളാണ് അല്ലെ, ഈഥർ ഗ്രൂപ്പുകളാണ്. സി പാർട്ട്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ IUPAC നെയിം ഓഫ് ദ മെറ്റാമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. എന്താ മെറ്റാമർ? ഈ രണ്ട് സൈഡിലുമുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ആൾക്കാർ ചേഞ്ച് ആകുക. നിങ്ങൾ ഇവിടുന്ന് ഒരാളെ പിടിച്ച് അങ്ങോട്ട് വെച്ചാൽ മതി. അപ്പൊ CH3 O, CH2 CH2 CH3. ഇയാളുടെ IUPAC നെയിം ആണ് ചോദിക്കുന്നത്. സിമ്പിൾ, മെത്തോക്സി, മെത്ത് എത്ത് പ്രൊപ്പ് അല്ലെ, മെത്തോക്സി പ്രൊപ്പൈൻ, മെത്തോക്സി പ്രൊപ്പൈൻ, മെത്തോക്സി പ്രൊപ്പൈൻ. സിമ്പിൾ സിമ്പിൾ മക്കളെ. ഇനി നെക്സ്റ്റ് പാർട്ട്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഹാവിംഗ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, സെയിം മോളിക്കുലാർ ഫോർമുല വേണം, ബട്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള ആളെ വേണം. ഓക്കെ, സെറ്റ് ആക്കാം. നമ്മുടെ കയ്യിൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ. 4 കാർബൺ എടുത്ത് വെക്കുക. ഇയാള് എസ്റ്റർ വന്നിട്ട് O വന്നിട്ട് അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമർസം ചോദിച്ചാൽ ആരെയാ വരയ്ക്കണ്ടേ? OH. സിമ്പിൾ, OH. ഓക്കെ, അപ്പൊ ദേ വരയ്ക്കുക. ബാക്കി ഹൈഡ്രജനെ ഒക്കെ ഫില്ല് ചെയ്യുക. CH3 CH2 CH2 CH2. സെറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരുപാട് വട്ടം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ. മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദ മോഡൽ എക്സാം. ഇതുപോലെ എളുപ്പമായിരിക്കും മക്കളെ, ഇത്രയും ഈസി തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ എക്സാം. നിങ്ങൾ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ പേര്. അപ്പൊ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ജസ്റ്റ് 999 ജോയിൻ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓഫർ, ഇപ്പൊ തന്നെ 11th അഡ്മിഷൻ ഉറപ്പാക്കുക. നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. ക്രാഷ് കോഴ്സും ഫ്രീ ആണ്. ആൻഡ് 11th നമ്മുടെ ഫുൾ ബുക്ക് സെറ്റ് 1520 വരുന്ന ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആൻഡ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, X and Y are two organic compounds of different functional groups and their molecular formula പക്ഷെ സെയിം ആണ്, C5H10O. C5H10O ആണ്. Write the structural formula of the compound having CHO as functional. CHO ആണ് ആരുടെ? എക്സിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ട്രക്ചർ വരയ്ക്ക്. സിമ്പിൾ ആടാ. ഒരു കാർബൺ പോയി, ബാക്കി എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 അല്ലേ 4 കാർബൺ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? വെറുതെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. CH3 CH2 CH2 CH2. വെറുതെ ആഡ് ചെയ്ത് നോക്കിക്കോ. 3 2 5 2 7 2 9 1 10. ഒരു ഓക്സിജൻ 5 കാർബൺ ആയല്ലോ. ഇതാണ് നമ്മുടെ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബൈ വാട്ട് നെയിം കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ദിസ് ഫങ്ഷണൽ ഗ്രൂപ്പ് ജനറലി നോൺ? മക്കളെ CHO ഉള്ള ആൾക്കാർ ആരാ? ആൽഡിഹൈഡ്സ്. മക്കളെ സി പാർട്ട്, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട് Y. ഓക്കെ, കോമ്പൗണ്ട് Y വേണം. എന്താ Yന്റെ പ്രത്യേകത? X and Y are two organic compounds with different. CHO ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് CHO ആണെങ്കിൽ മറ്റേ ആളെന്തായിരിക്കും? നമ്മുടെ CO ആയിരിക്കും അല്ലെ. അപ്പൊ CO വരയ്ക്കാം, ബാക്കി കാർബണിനെ വരയ്ക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. സോ എത്ര കാർബൺ ഉണ്ട്? ടോട്ടൽ 5 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ 3 എണ്ണം വരച്ചു, 2 എണ്ണം ഇവിടെ വരയ്ക്കുന്നു. then fill ചെയ്ത് കൊടുക്കുക. CH3 CH2 CH2 CH3. സെറ്റ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ പൊസിഷൻ ഐസോമറിസം ഓഫ് Y. മക്കളെ ഇതിന്റെ പൊസിഷൻ ഐസോമറിസം വരയ്ക്കാനാണ് പറയുന്നത്. സിമ്പിൾ, CO എവിടെങ്കിലും എടുത്ത് മാറ്റി വെക്കുക. CH3 ഇവിടെ CO വെച്ചു, ബാക്കി CH2 CH2 CH3. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ അത്ര ഈസി ആയിരുന്നു നമ്മുടെ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. സോ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മക്കൾമാർക്ക് എക്സാം എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ, നമ്മുടെ മോർണിംഗ് ബൂസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു, നമ്മുടെ മാരത്തോൺ എങ്ങനെയുണ്ടായിരുന്നു, ഇതിലും പവർ ആയിട്ട് നമ്മുടെ എക്സാം ഇന്ന ഫാമിലി നിങ്ങളുടെ കൂടെ ഫൈനൽ എക്സാം വരെ ഉണ്ടായിരിക്കും. ഫൈനൽ എക്സാം വരെ മാത്രമല്ല, അഗ്നി ബാച്ചിൽ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് 12th എത്തുമ്പോൾ അവിടെയും കാണാം. അപ്പൊ അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാം നമ്മുടെ ക്രാഷ് കോഴ്സ് ആൻഡ് 11th അഗ്നി ബാച്ചിലേക്ക്. അപ്പൊ see you all the best.